നമസ്കാരം. അമേരിക്ക ചരിത്ര നിമിഷത്തിലാണ്. ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനധികം അധികാരമേൽക്കും. 47ാമത്തെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർബന്ധിതനായത് ഒരു തണുത്ത ദിനത്തിലാണ്. പക്ഷേ ട്രംപ് അധികാരമേൽക്കുന്നത് മുതൽ കാര്യങ്ങൾ ചൂടുപിടിക്കും എന്നുറപ്പാണ്. തൻ്റെ പദ്ധതികൾ ചിലത് ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പ്രധാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നികുതി, നിയന്ത്രണങ്ങൾ, സാംസ്കാരിക വിഷയങ്ങൾ, വ്യാപാര നയം, ലോകം ട്രംപിൻ്റെ രണ്ടാം വരവ് ഉറ്റുനോക്കുകയാണ്. നിലപാടുകളിൽ ജനകീയ മാറ്റമുണ്ടാകുമോ? അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയ്ക്കുള്ള പങ്ക് പുനർനിർവചിക്കപ്പെടുമ്പോൾ ട്രംപിൻ്റെ അജണ്ട എന്ത്? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ചേരുന്നു അതിഥികൾ. ഡോക്ടർ ജി ഗോപകുമാർ, ഒപ്പം അമേരിക്കയിൽ നിന്ന് സജിമോൻ ആൻ്റണി ഫുക്കാനയുടെ അധ്യക്ഷനാണ്. പ്രൊഫസർ ജോസഫ് ആൻ്റണി നമുക്കൊപ്പം ചേരും. നിർബൽ എബ്രഹാമും ഡോക്ടർ ജോഷി പോളിനെയും സൂമിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ഡോക്ടർ ഗോപകുമാറിലേക്ക്. ട്രംപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് നിലപാടുകൾ മാറുന്ന ഒരു വ്യക്തിയാണ് എന്ന ആശങ്ക പലപ്പോഴും ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരം ഒരു സ്ഥിരതയില്ലാത്ത ഒരു ലോക നേതാവിനെ ഭയക്കേണ്ടതുണ്ട് എന്ന് വിമർശകർ പറയുന്നുണ്ട്. ഡോക്ടർ ഗോപകുമാർ എങ്ങനെ കാണുന്നു ഈ ട്രംപ് 2.0? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, സമീപകാലത്ത് ചൈന അമേരിക്കയുടെ ഏതാണ്ട് അടുത്തെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്തൊരു 10 വർഷത്തിനകം അമേരിക്കയെ കടന്ന് ചൈന 1ാം സ്ഥാനത്ത് വരും ലോകത്തെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആകട്ടെ, അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്നും ഒളിച്ചു വച്ചിട്ടില്ല. അദ്ദേഹം അഭിപ്രായം മാറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി തീവ്രമായി ഒരു ധ്രുവീകരണ സ്വഭാവമുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. ആ പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തതയുണ്ട്. അതൊരു ലിബറൽ ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് മുഷിപ്പ് തോന്നിയേക്കാം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രപതിയായിട്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ കാണുന്നത്. അവിടുത്തെ സാമ്പത്തിക വളർച്ചയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. നിയമവിരുദ്ധ കുടിയേറ്റം അവിടുത്തെ മറ്റൊരു വലിയ പ്രശ്നമാണ്. അഴിമതിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിർത്തിയുടെ പ്രശ്നം, പിന്നെ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്ന ലോകത്ത്. അതിലൊന്ന് ഇന്ന് തീർന്നു എന്ന് നമ്മൾ സാങ്കല്പികമായിട്ടെങ്കിലും വയ്ക്കുന്നു. നമുക്കറിയാം അവിടെ ടെൻഷൻ ഇനിയും ഉണ്ടാകുമെന്ന്. പിന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോകുമ്പോൾ ഇനിയും ഈ യൂറോപ്യൻ യൂണിയനും ഉക്രൈൻ യുദ്ധത്തിനുമൊക്കെ എത്രത്തോളം പണം കൊടുക്കണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. പിന്നെ പുതിയ നേതൃത്വത്തിൽ അമേരിക്കയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ നിർണായകമായ ഇന്ത്യയുടെ ഇന്ത്യൻ വംശജരായ 2 പേർക്കെങ്കിലും വലിയ സ്ഥാനമുണ്ടാകും. അത് ഒന്ന് വിവേക് രാമസ്വാമിയാണ്, മറ്റത് കാഷ് പട്ടേലാണ്. ഇതിനൊക്കെ പുറമെ എലോൺ മസ്കിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇന്ത്യക്കാരനല്ല, പക്ഷേ എലോൺ മസ്ക്. ഈ 3 പേരായിരിക്കും ട്രംപിനെ പല കാര്യത്തിലും നയിക്കാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, സ്വാഭാവികമായിട്ടും സെനറ്റും അമേരിക്കയിലെ ലോവർ ഹൗസായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും പുറമെ ജുഡീഷ്യറിയിലുമെല്ലാം റിപ്പബ്ലിക്കൻ നോമിനേഷൻ ശക്തമായിട്ടുള്ളത് കൊണ്ട് ട്രംപിന് അപ്രമാദിത്വം ഉണ്ടാകുമെന്നൊരു ഭയമുണ്ട്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം നമ്മൾ കാണേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയിലെ സിസ്റ്റത്തിനനുസരിച്ച് ഈ ജഡ്ജിമാർ അവർക്ക് രാഷ്ട്രീയ കൂറല്ല, ഒരു കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണും എന്നുള്ള നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാവുന്നേ ഉള്ളൂ. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേറ്റ് ചെയ്തവരാണ് കൂടുതലെന്നുള്ളത്. അതല്ലാതെ ഇവിടുത്തെ പോലത്തെ ഒരു പാർട്ടി കൂറൊന്നും അവിടുത്തെ ജഡ്ജിമാർക്കില്ല. ആശയങ്ങളോട് കൂറ് കണ്ടേക്കാം. പിന്നെ ഇതിനപ്പുറം അവിടുത്തെ സിസ്റ്റത്തിനനുസരിച്ച് സെനറ്റ് മെമ്പേഴ്സിന് വേണമെങ്കിൽ പ്രസിഡൻറ്റിനെതിരായിട്ട് വോട്ടൊക്കെ ചെയ്യാം. ഇവിടുത്തെ പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ് ആൻഡ് ബാലൻസസ് കുറച്ചെങ്കിലും ഇനിയും കാണും. അത് പൂർണ്ണമായൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല. പക്ഷേ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് പറയുന്നത് അങ്ങനെയല്ല. ഇതെല്ലാം അധികാരങ്ങളും ട്രംപിൽ വന്ന് എത്തിച്ചേരുന്നത് കൊണ്ട് ഒരു ഒളിഗാർക്കിയുടെ ഒരു സ്വഭാവമുണ്ടാകും. ഒളിഗാർക്കി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ചെറിയൊരു വിഭാഗം ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു കൊണ്ട് ഒരു പക്ഷേ ജനാധിപത്യ വിരുദ്ധമായി നയിക്കുമെന്നുള്ളൊരു ഭയമാണ്. അങ്ങനെ ഒരു ഒളിഗാർക്കി ട്രംപിൻ്റെ കീഴിൽ വരുമെന്നുള്ള ഭയം അമേരിക്കയിലെ ജനതയുണ്ട്. ഇത്രയുമാണ് ജനങ്ങൾക്കുണ്ട്. ഇത്രയും ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറയുകയാണ്. ബാക്കി ചർച്ചയുടെ രീതി അനുസരിച്ച് സംസാരിക്കാം. പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാണിച്ച സവിശേഷമായ ഒരു കാര്യം, അമേരിക്കയെ നയിക്കാൻ
കഴിയുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. ഈ കാലഘട്ടത്തിൽ ട്രംപ് അനിവാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയുന്നവരുമുണ്ടാകാം. പക്ഷേ ട്രംപ് വാഷിങ്ടണിലേക്ക് അധികാരമേൽക്കാൻ വരുമ്പോഴേക്കും പ്രതിഷേധക്കാരുടെ നിര തെരുവുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നയങ്ങൾ, വംശീയ നീതി തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ അവിടെ ഉയർന്നു വരികയാണ്. ട്രംപ് രണ്ടാം ടേം അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ ചില സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കണം ട്രംപിൽ നിന്ന് ഈ രണ്ടാം തവണ അദ്ദേഹം എത്തുമ്പോൾ? എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് അധികാരമേൽക്കുന്നതോടുകൂടി ലോക രാഷ്ട്രീയം ഒരു ആശങ്കയുടെ ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് എനിക്ക് രണ്ട് കാരണങ്ങളാണ് ഞാനത് പറയാൻ എൻ്റെ കാരണം. ഒന്ന്, ട്രംപ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റ് അല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റ് അല്ലെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമ്പ്രദായിക രീതികളും ഒന്നും പിന്തുടരുന്ന ഒരു പ്രസിഡന്റ് അല്ല ട്രംപ്. അതാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബ്യൂറോക്രസിയും എസ്റ്റാബ്ലിഷ്മെന്റിലും എല്ലാം അമേരിക്കയെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് അതിനേക്ക് ഉപരിയായിട്ട് നിൽക്കണം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു പ്രസിഡന്റാണ് അദ്ദേഹം. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്തർദേശീയ തലത്തിൽ തന്നെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരു ട്രാൻസാക്ഷണലിസ്റ്റ് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രസിഡന്റ് ആണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലിൽ വിട്ടുവീഴ്ചകളും കൊള്ളക്കൊടുക്കലുകളും ഒക്കെ ഉണ്ടാവും. പരസ്പരമുള്ള ധാരണയിൽ സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡന്റുമാർ സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഒരാള്, ട്രംപിനെ പോലുള്ള ഒരാള് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഗുണമുള്ള, അതായത് സ്വാർത്ഥ താല്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു നയമാണ് ഒരു ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ചെയ്യുന്നത്. തന്റെ രാജ്യത്തിന് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് വെച്ചിട്ട് മാത്രമാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്താൻ ആയിട്ട് തയ്യാറാവുക. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ് ആണ്. നമുക്കറിയാം അദ്ദേഹം അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല ലോകത്ത്. കാരണം അദ്ദേഹത്തിന്റെ സമയത്ത് 4 ദേശീയ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിനെ അദ്ദേഹം വെച്ചു. പക്ഷെ അതാണ് ഡോക്ടർ ജി ഗോപകുമാർ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയി ഇടയ്ക്കിടയ്ക്ക് നിലപാട് മാറ്റുന്ന ആളാണെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ചെറിയ തോതിൽ ചില എക്സ്ട്രീം നയങ്ങളിലേക്കൊക്കെ പോകും എന്നതിനപ്പുറത്തേക്ക് നിലപാടുകളിൽ ഒരു സ്ഥിരത ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർ ജി ഗോപകുമാർ മുന്നോട്ട് വെച്ചത്. അത് അങ്ങ് അംഗീകരിക്കുന്നില്ലേ പൂർണ്ണമായും? അല്ല, എനിക്കത് അംഗീകരിക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടിന്റെ കാര്യം ഞാൻ പറയാം. കാരണം അദ്ദേഹം നിലപാടുകൾ എടുത്തിട്ടുള്ളതൊന്നും പലതും ആ നിലപാടുകളിൽ കൃത്യമായി ഉറച്ചു നിന്ന ഒരു ചരിത്രം തന്നെ അദ്ദേഹത്തിനില്ല. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലപാട് ഉറച്ചു നിൽക്കുന്ന പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ തന്നെ അദ്ദേഹം ഈ ചൈനയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് അദ്ദേഹം കാണുന്നത്. ഓക്കെ, പക്ഷെ ചൈനയ്ക്കെതിരായിട്ട് 60% ചുങ്കം ഏർപ്പെടുത്തും, ചൈനയ്ക്ക് എതിരായിട്ടുള്ള എല്ലാ നടപടികളും പുനരാരംഭിക്കും എന്നൊക്കെ പറയുന്ന ട്രംപ് തന്നെ ഇവിടെ നമുക്കറിയാം അധികം രാഷ്ട്രത്തിന്റെ തലവന്മാരെയൊന്നും അദ്ദേഹത്തിന്റെ അധികാര ആരോഹണത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ക്ഷണിച്ചില്ല. എന്നാൽ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയാണ് ക്ഷണിച്ചത്. എന്ന് മാത്രമല്ല, അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഷീ ജിൻപിങ്ങുമായി ഫോണിൽ വരെ സംസാരിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ പറയുന്ന, അതായത് ചൈനയ്ക്കെതിരായിട്ട് ഞാൻ എല്ലാവിധത്തിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തും, എല്ലാവിധത്തിലുള്ള നടപടികളും ചെയ്യും എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, ഞാൻ എന്റെ 1ാമത്തെ ദിവസം 1,10,00,000 അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ എന്റെ രാജ്യത്ത് നിന്ന് കൂട്ടപലായനം കൂട്ടമായിട്ട് ഞാൻ ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ കഴിയാൻ എങ്ങനെയാ പറ്റുന്നത്? 1,10,00,000 ആളുകളെ അദ്ദേഹം എങ്ങനെ ഇറക്കി വിടും? എന്റെ ആദ്യത്തെ ദിവസം ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും ആ പ്രഖ്യാപനങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. സ്വാഭാവികമായും ചെറിയ ആശങ്കയ്ക്ക് വഴിയുണ്ടെന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ നിന്ന് സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേർന്നു. അദ്ദേഹം അവിടുത്തെ ഫൊക്കാനയുടെ പ്രസിഡന്റാണ്. ഈ അടുത്ത് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഏതായാലും സജിമോൻ ആന്റണി,
ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. അവിടെ ഞങ്ങളിവിടെ വൈകുന്നേരമായി, രാത്രിയായി. ഏതായാലും അവിടെ വലിയ പ്രതീക്ഷയാണ്, ആഘോഷമാണ്, വെടിക്കെട്ടുകളൊക്കെ ജനം കണ്ടു. ട്രംപ് ആദ്യമെത്തി വെർജീനിയയിൽ ആഘോഷങ്ങൾ കണ്ടു. മലയാളികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, എങ്ങനെ കാണുന്നു ഈ മാറ്റത്തെ? പുതിയ റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ അസ്ഥിരത എന്ന ക്വസ്റ്റ്യൻ മലയാളികൾ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മൂവ്മെന്റിനാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും സാക്ഷിയാകുന്നത്. 2016 നമ്മൾ കണ്ടു, 2020 അതിന്റെ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ അരങ്ങേറുന്നത്. അത് പല അർത്ഥത്തിലും പല രീതിയിലും ഹിസ്റ്റോറിക്കാണ്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കും ലോകമാകമാനമുള്ള എല്ലാ ജനതയും ഒരേ സ്വരത്തിൽ അല്ലെ ഒരേ കണ്ണുകൊണ്ട് ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ റിസൾട്ടിന് ശേഷം ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോളിസികളിൽ എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത്? ആ ചേഞ്ചുകൾ അമേരിക്കൻ ജനതയെ മാത്രം ഇമ്പാക്ട് ചെയ്യുന്നതാണോ, അതോ ലോകമാകമാനമുള്ള ഇൻക്ലൂഡിംഗ് കേരളവും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ജനതകളെ മാത്രം, അവരെയും കൂടെ എന്തൊക്കെ ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ മലയാളികൾ ഈ ഒരു കാര്യത്തിൽ സ്പ്ലിറ്റ് ആണ് എന്നാണ് എനിക്ക് ഇൻഡിപെൻഡന്റ്ലി പറയാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ ട്രംപിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റ് ലീഡിംഗ് ആയിട്ടുള്ള കുറേ അധികം മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഇവിടെ അരങ്ങേറുന്ന ഈ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ 2020 ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാനലിലുണ്ട് മിക്കവാറുള്ള ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു. അന്ന് കണ്ടതിൽ നിന്ന് ഒരു വ്യത്യാസമായി ഉള്ളത് കുറേ അധികം സിവിലിറ്റി ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 2020 അന്ന് ഇലക്ട് ചെയ്ത പ്രസിഡന്റ് ബൈഡൻ വരുമ്പം ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാതെ പിണങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയുണ്ടായി. ഒരു ഡെമോക്രസിക്ക് ചെറിയൊരു മങ്ങലേറ്റുന്ന ജനുവരി 6 നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാൽ ഈ ഒരു പരാജയം ഡെമോക്രാറ്റ് അംഗീകരിക്കുകയും ഈ ഒരു ട്രാൻസാക്ഷൻ ട്രംപുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ജോയിന്റ് സെക്ഷൻ കമ്മിറ്റി വെച്ചുകൊണ്ടിട്ട് അതിന് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു നല്ല കാഴ്ചയാണ് ഇപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഇപ്പൊ കണ്ട ഒരു ക്ലിപ്പിലേക്ക് നോക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 2 ചേഞ്ച് നമ്മൾ കണ്ടു. ബിസിനസ് ടൈക്കൂൺസുകൾ, അവർ എപ്പം ആര് പൊളിറ്റീഷ്യൻ ഉണ്ടെങ്കിലും ആരാണ് ലീഡർഷിപ്പിലുള്ളത് അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ഉള്ളത്, അവരുടെ സ്ട്രാറ്റജികളും അലിജൻസും ഒക്കെ അതനുസരിച്ച് ചേഞ്ച് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് കാണാൻ പറ്റി 5 പ്രമുഖ ടെക് കമ്പനിയുടെയും സിഇഒസ് അല്ലെ ഓണേഴ്സ് ട്രംപിന്റെ കൂടെ തന്നെ ഈ ഒരു ഇനോഗ്രൽ എല്ലാത്തിനകത്ത് ഉണ്ട് എന്നാണ് കാണാൻ സംബന്ധിച്ചു. എനിക്ക് മുകേഷ് അംബാനിയുടെ പിക്ചറും എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ഇലോൺ മസ്ക് മാത്രമല്ല, ജെഫ് ബസോസും ആപ്പിളും മൈക്രോസോഫ്റ്റും ഈവൻ സുന്ദർ പിച്ചൈ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഓൾ ലീഡിംഗ് ടെക് ഗുരുക്കന്മാരെല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷനിൽ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വൈറ്റ് ഹൗസിൽ ഉണ്ട് എങ്കിൽ ഇത്തവണ വൈസ് പ്രസിഡന്റായ JD വാൻസിന്റെ ഭാര്യയായിട്ട് ഉഷ ചിലിപ്പുരി വൈറ്റ് ഹൗസിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു വരേണ്ട ഒരു ഇതാണ്. കാരണം അപ്പോൾ ഏത് ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക്കൻ ആണെങ്കിലും നമ്മുടെ ഒരു സാന്നിധ്യം സംവത് അതർ വേ അവിടെ ഉണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ജോഷി പോൾ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോഷി പോൾ, ഇവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം ഡോക്ടർ G. ഗോപകുമാർ പറയുന്നു. അദ്ദേഹം ട്രംപിന് കുറെ കൂടി അമേരിക്കയെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് പ്രൊഫസർ ജോസഫ് ആൻ്റണി. അതൊരു എപ്പോഴും ചഞ്ചലനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രംപിനെയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത്. ജോഷി, ഈ വിഷയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ട്രംപിന് കൂടുതൽ ഒരു ജിയോ പൊളിറ്റിക്സിൽ കൂടുതൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയ ഒരു പോളിസി മുന്നോട്ട് വയ്ക്കാൻ, സ്റ്റേബിളായ ഒരു പോളിസി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? ഈ പറയുന്നത്ര തരത്തിൽ ഞാൻ വന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമൊക്കെ എന്നൊക്കെ അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഉണ്ട്. യുക്രൈൻ നമ്മൾ ഉറ്റുനോക്കുന്നു. മറ്റ് പലയിടത്ത് ചില ആഭ്യന്തര ടെൻഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം തനിക്ക് പരിഹരിക്കാൻ കഴിയും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നൊരു ട്രംപിനെ നമുക്ക് കാണാൻ കഴിയും. ജോഷി പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് സാധ്യമായ ഒന്നാണോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം? ആദ്യമായിട്ടേക്ക് പറയാനുള്ളത്, മുൻ സ്പീക്കർ പറഞ്ഞതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഈ ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ആണെന്ന് പറയുന്നത്, അതായത് ഇതിക്ക് മുൻപുണ്ടായിരുന്ന മിക്ക പ്രസിഡന്റുമാരും, എല്ലാ പ്രസിഡന്റുമാരും വേണമെങ്കിൽ പറയാം, ഇപ്പോഴത്തെ ബൈഡനാണെങ്കിലും കഴിഞ്ഞ ബൈഡനാണെങ്കിലും ഒബാമയാണെങ്കിലും മുൻ പ്രസിഡന്റുമാരൊക്കെ ഇവര് കോൺഗ്രസ് കൂടി വന്നവരാണ്. മുൻപ് ഇവര് സെനറ്റർമാരായിരുന്നു, ചിലവര് ഗവർണർമാരായിരുന്നു. ഇപ്പൊ ബിൽ ക്ലിന്റൺ അർക്കൻസാസിന്റെ ഗവർണറായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായിരുന്നു. പക്ഷെ ട്രംപ് ഒരു പ്യൂർ ബിസിനസ്മാൻ ആണ് പുള്ളി.
പെട്ടെന്ന് ഈ പ്രസിഷൻ ഫ്ലൈയിലേക്ക് വന്നാണ് 2016. അപ്പോ പുള്ളി കാര്യങ്ങളെ കാണുന്നത് ഈ ബിസിനസ് മൈൻഡ് കൂടിയാണ് എല്ലാത്തിനും കാണുന്നത്. അതാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. കാരണം പുള്ളിക്ക് മറ്റേന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി ബൈപാർട്ടിസാൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് തന്നെ അമേരിക്കയിലുണ്ട്. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് ഇപ്പൊ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് കാണുന്ന ഒരു ബൈപാർട്ടിസൺ കൺസെൻസസ് ഉണ്ട്. അപ്പൊ ഇതാണ് അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നിലനിൽപ്പ്. അതിനാണ് അമേരിക്ക ഫസ്റ്റ് എന്നും പറഞ്ഞ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. അമേരിക്കയുടെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ലിബറൽ ഓർഡറിലുണ്ടായ ഒരു വലിയൊരു ചേഞ്ചാണ്. ഈ ലിബറൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക പ്രധാനപ്പെട്ട വേണ്ട രാജ്യങ്ങൾക്ക് കുറെ കൺസെഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനോട് അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യും. ഇപ്പൊ ഇന്ത്യ അതിന്റെ വലിയൊരു ബെനിഫിഷ്യറി ആയിരുന്നു. ഇപ്പൊ കോൾഡ് വാറിന്റെ സമയത്താണ് നമ്മൾ അമേരിക്കയുടെ ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്കണോമിക് വൈസ് ഇപ്പൊ ന്യൂക്ലിയർ സെക്ടറിലാണെങ്കിലും മിലിറ്ററി സെക്ടർ കാര്യമായിട്ടില്ലെങ്കിലും പിന്നീട് നമുക്ക് വന്നു. നമ്മൾ എക്കണോമിക് പോളിസി ചേഞ്ച് ചെയ്തത് കുറെ കൂടി സ്ട്രോങ് ആയി. അപ്പോ ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാര് അവരുടെ താല്പര്യത്തിന് എപ്പോഴും ഒരു ഹയർ ലെവലിൽ താല്പര്യം കൊടുത്തിരുന്നു. പക്ഷെ ട്രംപ് വന്നപ്പോ എന്താണ് ഇതെല്ലാം എക്കണോമിക് ഇൻട്രസ്റ്റിലേക്ക് മാറും. അമേരിക്ക എത്രമാത്രം എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നോ അതാണ് പ്രൈം ഇൻട്രസ്റ്റ്. മുൻപുണ്ടായിരുന്നത് അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ്, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്. അതിന് എക്കണോമിക്സ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, പല ഘടകങ്ങളും ചേർത്തുള്ള ഒരു ബന്ധങ്ങളാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ട്രംപ് വന്നാലും ഇപ്പൊ പ്രത്യേകിച്ച് ചൈനനെ ഒരു സ്ട്രാറ്റജി പാർട്ണറായിട്ട് സ്ട്രാറ്റജി എൻഗേജ്മെന്റ് G2 എന്ന് പറഞ്ഞ എൻഗേജ് ചെയ്തെന്ന് പറഞ്ഞാൽ 2 പ്രസിഡന്റുമാര് ജോർജ് ബുഷിന്റെ കാലത്ത് സ്ട്രാറ്റജി കോമ്പറ്റീറ്റർ, ഒബാമ വന്നപ്പോൾ സ്ട്രാറ്റജി പാർട്ണറായി G2 വന്നു. അപ്പൊ പ്രസിഡന്റുമാര് മാറുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വ്യത്യാസങ്ങൾ വരും. ട്രംപിന് കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കെതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം ഹൈടെക്കിലാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾ മുഴുവൻ ചൈനയ്ക്കെതിരെ. അത് ഓൾറെഡി അവർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. മുൻപ് ട്രംപ് 1 ഇൻട്രൊഡ്യൂസ് ചെയ്തു, ബൈഡൻ ഗവൺമെന്റ് അതെല്ലാം ഫോളോ ചെയ്തു. അപ്പൊ ഒരു കണ്ടിന്യൂറ്റി ട്രംപ് 1-ൽ നിന്നും ബൈഡനിലേക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും ഇനിയും വരാൻ കൊണ്ടുപോകുന്നത്. ഇനി കൂടുതലൊന്നും ചൈനയ്ക്കെതിരെ ഉപയോഗിക്കില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഹൈടെക് ഉപരോധങ്ങളും നടത്തി കഴിഞ്ഞു. അപ്പൊ ഈ വ്യത്യാസം ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ട്രംപ് കുറച്ചുകൂടി ഒരു ടേം കൂടി പുള്ളി കിട്ടാനുള്ള സാധ്യത പുള്ളി മുന്നിൽ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് സാധ്യമല്ല. കാരണം ട്രൂമാനിന് ശേഷം ഒരു അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയിട്ട് 2 ടേമിൽ കൂടുതൽ പ്രസിഡന്റ് പാടില്ല. മുൻപ് അത് കണ്ടിന്യൂസ് 2 ടേംസ് ആയിരുന്നു. മിക്കവാറും ട്രംപ് ശ്രമിക്കുന്നത് ഈ 2 ടേംസ് കണ്ടിന്യൂസ് 2 ടേം ആക്കി മാറ്റുന്നു. അപ്പൊ മൊത്തം 3 ടേം പണി വരാം. കണ്ടിന്യൂസ് 2 ടേമിലേക്ക് വരാൻ അത് ചേഞ്ച് ആവാൻ സാധ്യത ട്രംപ് ഓൾറെഡി പറഞ്ഞു. ഞാനത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ലിബറൽ ഒരു മിഡിൽ പാത്ത് ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കാൻ സാധ്യത. ഞാൻ ജോഷിലേക്ക് മടങ്ങി വരാം. നിർമ്മൽ എബ്രഹാം കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. നിർമ്മൽ എബ്രഹാം, ഒരു വലിയ ആശങ്ക ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത്, നമുക്ക് ചൈനയുമായി അത്ര നല്ല ബന്ധം കുറച്ചു കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ നടത്തി ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി നമ്മുടെ ലഡാക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പെട്രോളിങ്ങിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില ധാരണകൾ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചൈനയെ ക്ഷണിക്കുന്നു, ഷീ പോകില്ലായിരിക്കാം, പക്ഷേ ഹാൻ സിങ് പോകുന്നു. അമേരിക്ക ചൈന ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുമോ? എന്താണ് നിർമ്മൽ എബ്രഹാം അതിനെപ്പറ്റി കരുതുന്നത്? ഒന്നാമത്തെ കാര്യം, ചൈനയെ ക്ഷണിച്ചു എന്ന് പറയുന്നത് ഒരു അപരാധമായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഒരു US പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷനാണ്. അതിൽ അദ്ദേഹം എല്ലാ തരത്തിലുള്ള വേൾഡ് ലീഡേഴ്സിനെ ക്ഷണിക്കുന്നതാണ്. ശ്രദ്ധേയമായ കാര്യം, ഷീ ജിൻപിങ് പോയില്ല, അതിന് പകരം വൈസ് പ്രസിഡന്റിനെ വിടുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണേണ്ടതില്ല. പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ടിക്ടോക്കിന്റെ ബാൻ എന്തുകൊണ്ട് ട്രംപ് ഡിലേ ചെയ്തു? കാരണം ട്രംപിന്റെ സമയത്ത് ടിക്ടോക്ക് അമേരിക്കയെ സ്പൈ ചെയ്യാൻ വേണ്ടി ചൈന ഉണ്ടാക്കിയ ആപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറെ വാദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി അവർക്ക് അതിന്റെ ബാൻ ഡിലേ ചെയ്തത് ട്രംപ് തന്നെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ വാദിക്കാമെന്നല്ലാതെ ഒരു ക്ഷണം നടത്തിയത് കൊണ്ട് ചൈനയുമായിട്ട് അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അകലാനാണ് സാധ്യത. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ടാരിഫ്സ് ഇമ്പോസ് ചെയ്ത് ചൈന എന്നും ഒരു ശത്രുവായിട്ട് തന്നെ അമേരിക്കയെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് ഗുണം ചെയ്യും, ക്വാഡിന് അത് ഗുണം ചെയ്യും. അതേപോലെ മറ്റു കാര്യങ്ങൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അദ്ദേഹം ഏകദേശം
പറയപ്പെടുന്നു 100+, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ് 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആദ്യ ദിനം തന്നെ പാസ്സാക്കുമെന്നാണ്. ബ്ലാസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്നാണ് അമേരിക്കൻ പത്രങ്ങൾ എഴുതുന്നത്. അതെ എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ട്രംപിന്റെ ഒരു രീതിക്ക് അദ്ദേഹം എപ്പോഴും ചരിത്രം എവിടെയെങ്കിലും കുറിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. അപ്പം ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലും അത്ഭുതപ്പെടാനില്ല. കാരണം നമ്മൾ വർഷാവർഷങ്ങളായിട്ട് അമേരിക്കൻ രീതി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒരു പ്രസിഡന്റ് വന്നിപ്പം ട്രംപ് 2016 മുതൽ 20 വരെ 220 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അദ്ദേഹം പാസ്സാക്കി. ബൈഡൻ വന്നപ്പോഴത്തേക്ക് ഇതിനെല്ലാം റിവേഴ്സ് ചെയ്തുകൊണ്ട് ഏകദേശം 170ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പാസ്സാക്കി. ട്രംപ് വരുമ്പോൾ ഇതിനെല്ലാം റിവേഴ്സ് ചെയ്തുകൊണ്ട് ഏകദേശം 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് പാസ്സാക്കും. അതൊരു സാധാരണ കേസാണ്. മാത്രമല്ല ഇപ്പം ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന്റെ ഒക്കെ കാലഘട്ടം എടുത്താൽ, പക്ഷെ അത് വേൾഡ് വാറിന്റെ ഒക്കെ കാലഘട്ടമാണ്. അദ്ദേഹം 3700 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് പാസ്സാക്കിയിട്ടുള്ളത്. 3 ടേംസിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ. അന്ന് അത് പോസിബിൾ ആയിരുന്നു. പക്ഷെ എന്തായാലും ട്രംപിന്റെ കേസിൽ പോസിറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് കാണാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്തിരുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്നുള്ളൊരു ക്രൈസിസ് അദ്ദേഹം ഒരു പക്ഷേ തടഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഇല്ലീഗൽ ഇമിഗ്രേഷനും ബോർഡറും അദ്ദേഹം സെക്യൂർ ചെയ്യാൻ നോക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇല്ലാതാക്കാൻ നോക്കുന്നു. അതായത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം വരും, ബർത്ത് റൈറ്റ് ടൂറിസം എന്നൊരു സംഭവം തന്നെ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ ഒരു അമ്മ അവിടെ വന്ന് പ്രസവിക്കുകയാണെന്നുള്ളത്, അത് അവിടുത്തെ സിറ്റിസൺ ഒന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പൊ എന്റെ ഭാര്യ അവിടെ ചെന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അമേരിക്കൻ സിറ്റിസൺ ആയി ഓട്ടോമാറ്റിക്കലി. അതാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺഫെയർ ആണ് എന്ന് ട്രംപ് വാദിക്കുന്നു. അതൊക്കെ അദ്ദേഹം തടയാൻ നോക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ പേഴ്സണലി എതിർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാരീസ് ക്ലൈമറ്റ് അക്കോർഡ്, അവിടെ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നു. ബൈഡൻ കൊണ്ടുവന്ന EV മാൻഡേറ്റ്, അതിനെ മാൻഡേറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, പക്ഷെ എങ്കിൽ പോലും ഇലക്ട്രിക് വെഹിക്കിൾസ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു മാൻഡേറ്റിന്റെ ആവശ്യമില്ല, പെട്രോൾ ഡീസൽ കാറുകൾ ഓടട്ടെ എന്ന് വാദിക്കുന്നു. സോ അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ ക്ലൈമറ്റ് അല്ലെ എൻവയോൺമെന്റൽ ബേസിസ് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. H1B വിസയുടെ കേസിൽ പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ടാണ് ഇത്തവണ ട്രംപ് നിലപാടെടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഏകദേശം 25% അദ്ദേഹം സ്ലാഷ് ചെയ്തിരുന്നു H1B വിസാസിന്റെ എണ്ണം. എന്നാൽ ഇത്തവണ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്ലാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചില സ്റ്റീവ് ബാനൻ പോലുള്ള അദ്ദേഹത്തിന്റെ പഴയ വൈറ്റ് ഹൗസ് സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ അവകാശപ്പെട്ടത് നമ്മൾ H1B വിസ തന്നെ ഇല്ലാതാക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാരന്റെ ജോലിയല്ലേ എടുക്കുന്നത്. 3-1 ശമ്പളവും മേടിച്ച് 3 ഇരട്ടി പണി ചെയ്യുന്ന ഇന്ത്യക്കാരനും ചൈനക്കാരനും റഷ്യക്കാരനും ഇവിടെ വന്ന് എന്തിനു പണി ചെയ്യുന്നു? അവരെടുക്കുന്നത് അവിടുത്തെ അമേരിക്കക്കാരന്റെ പൈസയല്ലേ, ജോലിയല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ട്രംപ് അതിനോടൊന്നും സത്യം പറഞ്ഞ് പ്രതികരിച്ചില്ല. മാത്രമല്ല ഇലോൺ മസ്ക് കൂടെ വന്നു എന്നുള്ളൊരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ച് 5 മെഗാ ബിഗ് ടെക് കമ്പനികളൊക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പം കൂടുന്നു. സോ അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവർക്കൊക്കെ വേണ്ടതാണ് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്. അതുകൊണ്ട് H1B വിസയുടെ കേസിൽ ഒരു പക്ഷേ ട്രംപിന് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടൊരു നയമായിരിക്കാം ഇത്തവണ ഉണ്ടാകുന്നത്. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. പിന്നെ ഇന്ത്യയെ ഗുണം ചെയ്യുന്ന മറ്റൊരു കാര്യം, നാച്ചുറലി ഐഡിയോളജിക്കലി ട്രംപും മോദിയും റൈറ്റ് വിങ് ആണ്. അവർക്കെതിരാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റും ആയാലും ചൈനയാണെങ്കിലും ലിബറലിസ്റ്റും ആണെങ്കിലും ഇസ്ലാമിസ്റ്റും ഒക്കെ ആണെങ്കിലും ഏറെക്കുറെ ഇവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി നല്ലതാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ക്വാഡും എനിക്ക് തോന്നുന്നു ചൈനയായിട്ടുള്ള എതിർപ്പ് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യക്ക് നല്ലതാണ്. മാത്രമല്ല H1B വിസയുടെ കേസിലും ഇപ്പോൾ നോക്കുമ്പോൾ ട്രംപ് വളരെ ലിബറൽ ആയിട്ടൊരു നയം എടുക്കുന്നു. അതും ഇന്ത്യക്ക് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഞാൻ മടങ്ങി വരാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യം ആയതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങി വരാം. ഗിഫ്റ്റ് യെസ്, ഡോക്ടർ ഗോപകുമാർ, സജിമോൻ ആൻ്റണിയെ പോലുള്ളവർ സൂചിപ്പിക്കുന്നൊരു വലിയ കാര്യം, സെക്കൻഡ് ലേഡി നമ്മുടെ ഇന്ത്യൻ വംശജയാണ്. വിവേക് രാമസ്വാമിയിൽ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയിൽ വരുന്നു. ജയ് ഭട്ടാചാര്യയുണ്ട്. ഒപ്പം ഹർമീത് കെ ദില്ലനാണ് അസിസ്റ്റൻ്റ് അറ്റോർണി. ശ്രീരാമകൃഷ്ണൻ AI രംഗത്തുണ്ട്. ഒപ്പം ഡയറക്ടർ FBI കാഷ് പട്ടേൽ, അദ്ദേഹം വളരെ ശക്തമായി പലപ്പോഴും മോദി പൊളിറ്റിക്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇന്ത്യക്കാരി അല്ലെങ്കിലും നമ്മളോട് ഒരു ആഭിമുഖ്യമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആളാണ് തുളസി ഗബഡ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഏഷ്യൻ പോളിസിയിൽ എന്തെങ്കിലും കാര്യമായൊരു മാറ്റം നമുക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏഷ്യൻ പോളിസിയിൽ വലിയ മാറ്റം വരില്ല. പക്ഷേ രാജ്യങ്ങളോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടാകും. അതിൽ തീർച്ചയായിട്ടും ഭാരതത്തോട് കാണിക്കുന്നൊരു നിലപാടിൽ ഇനിയും കൂടുതൽ ശക്തി ആർജിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇവിടെ നേരത്തെ പാനലിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ മോദിയും ട്രംപുമായിട്ട് മാനസികമായി ഐക്യപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഇപ്പോൾ അദ്ദേഹത്തിനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ലാത്തത് ഒരു വലിയൊരു പിണക്കമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ആ നിലയിലൊന്നും അല്ല അന്തർദേശീയ ബന്ധങ്ങൾ പോകുന്നത്. മോദിയും അതേപോലെ ട്രംപിനും ബിസിനസ് എന്താണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി തീർച്ചയായിട്ടും സഹകരിക്കാൻ ട്രംപിന് സാധിക്കും. അതിലേറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയുമായിട്ടുള്ളൊരു മത്സരത്തിൽ, ഈ ചൈനയെ വിളിച്ചു എന്നുള്ളതുകൊണ്ട് ചൈനയെ ആശ്ലേഷിക്കാൻ പോകുന്നൊന്നും കരുതണ്ട. 70% ചുങ്കം അഥവാ തീരുവ ഏർപ്പെടുത്തുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ചൈനയിൽ. അത്രത്തോളം ഒന്നുമില്ലെങ്കിൽ ഒരു 50% തീരുവ നമ്മുടെ രാജ്യത്തിലുള്ള പ്രോഡക്ട്സിനും അദ്ദേഹം ഏർപ്പെടുത്തും. അപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന ഇറക്കുമതിയെ ചുങ്കം കൊണ്ട് നേരിടുക എന്നുള്ളതാണ്. ചൈനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ടാരിഫിൻ്റെ എംബററാണ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് കിങ് ആണ് ടാരിഫിൻ്റെ എന്നാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള വ്യത്യാസം ഇതാണ്. അവരവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് ഇവരെല്ലാം ഉയർത്തിപ്പിടിക്കുന്നത്. മാത്രമല്ല ഈ ഡോളറെ മാറ്റി മറ്റൊരു രാജ്യത്തിൻ്റെ നാണയം അന്താരാഷ്ട്ര വിനിമയത്തിന് ഉപയോഗിക്കുന്നത് ട്രംപ് ഒട്ടും സ്വീകരിക്കുന്നുമില്ല. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ റുപ്പിയുടെ വില താഴോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാനുള്ള താല്പര്യമാണ് നമുക്കുള്ളത്. നമുക്ക് GCC രാജ്യങ്ങളുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇന്ത്യൻ കറൻസി തന്നെ വിലപേശാൻ തുടങ്ങുമ്പോൾ ഡോളറിന് ഓട്ടോമാറ്റിക്കായിട്ട് വില കുറയും. കുറയണമല്ലോ. ഞാനൊക്കെ ആലോചിക്കുന്നത്, എനിക്ക് ഡോളറും 18 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടുന്ന ആളും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് 84 രൂപയായി. 84 രൂപയാണ് ഒരു ഡോളറിന് വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അവരവരുടെ താല്പര്യത്തിൽ നിന്നുകൊണ്ട് എന്നാൽ യോജിച്ചു പോകുന്ന മേഖലയിൽ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ വാണിജ്യ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും ശാസ്ത്രരംഗത്തെ താല്പര്യമുണ്ട്, പ്രതിരോധ രംഗത്തെ താല്പര്യമുണ്ട്. പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യ ഒരു പ്രധാനമായി കാണുന്നത് ടെററിസം ഒരു വലിയ ഇഷ്യൂ ആയി നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്നുണ്ട്. അമേരിക്കയും അത് അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ FBI മോദി പൊളിറ്റിക്സൊക്കെ പിന്താങ്ങുന്ന ആളാണ്. ഒപ്പം നമ്മുടെ തുളസി ഗബാർഡുണ്ട്. ഇതൊക്കെ ഒരു ജോയിൻറ്റ് എഫേർട്ട് എന്ന നിലയിലേക്ക് ഈ മോദി ഗവൺമെൻറ്റിനും അത് ട്രംപിൻ്റെ ഒരു പിന്തുണ കിട്ടും എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും ആശയപരമായ താല്പര്യം എന്തായാലും ഉണ്ടാവുമല്ലോ. അമേരിക്ക തീവ്രവാദത്തെ പഴയകാലത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നതും അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കൈപൊള്ളിയതും ഒസാമ ബിൻ ലാഡനെ പാകിസ്ഥാനിൽ ചെന്ന് വധിക്കേണ്ടി വന്നതുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മുടെ രാജ്യമാകട്ടെ ആര് ഭരിച്ചാലും തീവ്രവാദത്തോട് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് അമേരിക്കയ്ക്ക് അത് ഒരു പ്രശ്നമായതുകൊണ്ട് ഇന്ത്യയുടെ നിലപാടിനോട് യോജിക്കാനും നമ്മളുമായിട്ട് സഹകരിക്കുന്ന മേഖലയിലൊക്കെ സഹകരിക്കാനും പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ പ്രതിരോധ രംഗം, സൈനിക രംഗം, വാണിജ്യ രംഗം, പിന്നെ ഇതിനൊക്കെ പുറമെയാണ് നിയമപരമായി വരുന്ന അമേരിക്കയിലേക്ക് വരുന്ന ഇമിഗ്രൻസ്. കാരണം പ്രത്യേകിച്ച് ട്രംപിൻ്റെ ക്യാമ്പയിൻ ടൈമിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, അമേരിക്കയ്ക്ക് എത്രത്തോളം സഹായിക്കാൻ ഇന്ത്യയിലെ ചെറുപ്പക്കാർ നിന്നു, അതിൽ ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതാണ്. ഇത് തന്നെ പഴയകാലത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ക്ലിൻ്റണും പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യൻ ഇമിഗ്രൻസ് ഹാവ് ഡൺ സോ മച്ച് ഫോർ അമേരിക്ക, ബട്ട് അമേരിക്ക ഹാഡ് നോട്ട് ഡൺ സഫിഷ്യൻ്റ്ലി ഫോർ ഇന്ത്യ എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ക്ലിൻ്റൺ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം കാര്യം ഇത്രയേ ഉള്ളൂ, ക്വാളിറ്റിയുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കും. ഒരു ദുർബലപ്പെട്ട രാജ്യം പിച്ചച്ചട്ടിയും കൊണ്ട് കൈനീട്ടി നിൽക്കുകയാണെങ്കിൽ അതവർ മാറ്റും. പക്ഷേ നമ്മുടെ രാജ്യം ഇന്ന് അങ്ങനെയല്ല, സുശക്തമായി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാർക്കറ്റ് അമേരിക്കയ്ക്ക് അറിയാം, ഇന്ത്യയുടെ ശക്തി പല മേഖലകളിലുള്ള ശക്തി അറിയാം. അതുകൊണ്ട് ആ ഒരു ഡീലിങ്സിൽ പ്രത്യേകിച്ച് ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യയെ ആവശ്യം വരുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രസിഡന്റ് ട്രംപാണ്. അപ്പോൾ അത് അദ്ദേഹം ഉപയോഗിക്കുന്നത് തന്നെയാണ് എൻ്റെ. അതുകൊണ്ട് ഏഷ്യയുടെ പോളിസിയിൽ വലിയ മാറ്റം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും 2 യുദ്ധങ്ങളുണ്ട്, അത് നമുക്ക് വേറെ വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഈ ഇന്ത്യയുമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യ ഇതിനകത്തൊരു വലിയൊരു ശക്തിയാണല്ലോ. ഇപ്പോൾ ചൈനയും അതുപോലെ ഇന്ത്യയേക്കാൾ വലിയൊരു ശക്തി. പിന്നെ ചൈന തന്നെ $22 ട്രില്യൺ കുതിച്ചു പോയി അമേരിക്കയെ മത്സരിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ കുതിച്ചുകയറ്റത്തെ എന്തെങ്കിലും രീതിയിൽ തടയാൻ പറ്റുമോ എന്നൊരു ബിസിനസ്സുകാരനായ ട്രംപ് ആലോചിച്ചാൽ സ്വാഭാവികമായിട്ടും ആ താല്പര്യം ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം യുദ്ധം എന്നല്ല, വ്യാപാര മത്സരമാണ്. ആ വ്യാപാര മത്സരത്തിൽ വലിയൊരു ബന്ധം ഇന്ത്യയുമായിട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ട്രംപ് 2 ഭരണത്തെ കാണേണ്ടത്. യെസ്, ഡോക്ടർ ജോസഫ് ആൻ്റണി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുന്നു, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇടം പിടിക്കാൻ പോകുന്നു എന്ന് നമ്മൾ തറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഇന്ത്യ അല്ലെങ്കിൽ മോദി തൻ്റെ സുഹൃത്താണെന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യയെ ഒരു തുല്യ സുഹൃത്തായി കണ്ട് ആ കരുത്ത് അംഗീകരിക്കുന്ന ഒരു അമേരിക്കയായിരിക്കുമോ നമുക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ കാണാൻ കഴിയുക? അതോ
അദ്ദേഹം വളരെ ഭയത്തോടെ നോക്കുന്ന അമേരിക്കൻ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുമോ എന്നൊക്കെ അദ്ദേഹം ആശങ്കപ്പെടുന്ന കാര്യങ്ങൾക്കായിരിക്കുമോ കൂടുതൽ പ്രാധാന്യം നൽകുക? പ്രത്യേകിച്ച് ഈ ഡോളറിൻ്റെ ഒരു വിഷയമുണ്ട്, അതോടൊപ്പം ഇന്ത്യൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അത് ഒരു വലിയ വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം ഈ താരിഫിൽ കാനഡയെ ഒക്കെ ഇപ്പോൾ അത് വലിയ വിഷയമായി അവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മറ്റിടങ്ങളിലേക്കും ആ നിലപാടുണ്ടാകും എന്ന് കണക്കാക്കേണ്ടതുണ്ടോ? അതോ വളരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന കൃത്യമായ ധാരണയോടുകൂടി ഇന്ത്യയെ അമേരിക്ക ചേർത്ത് പിടിക്കും ഈ 4 വർഷം എന്നാണോ കരുതേണ്ടത്? നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. ട്രംപിന്റെ കാഴ്ചപ്പാട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. അമേരിക്കയെ വീണ്ടും ഒന്നാമത്തെ ശക്തിയാക്കിയ, വലിയ ശക്തിയാക്കുക, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഉള്ള മേധാവിത്വം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ലോക മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. അപ്പോൾ ആ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ വെല്ലുവിളിയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒറ്റയ്ക്ക് സാധ്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് അവരെ ഈ ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കി ചൈനയെ ഈ ഏഷ്യ മേഖലയിൽ തടയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഇൻഡോ പസഫിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെ ചൈനയെ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം അവർ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം അമേരിക്ക ഇന്ത്യയെ അങ്ങനെ തുല്യമായ ഒരു രാജ്യമായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് എന്തെല്ലാം തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കാമോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ട്രംപിനൊട്ടില്ലതാണ്. കാരണം നമുക്കറിയാം ട്രംപിന്റെ ഒന്നാമത്തെ ഭരണകാലത്ത് നമ്മൾ വളരെയധികം ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഗോകുമാർ സാറ് പറഞ്ഞ പോലെ ഈ ഇന്ത്യയെ ചുങ്കരാജാവ് എന്ന് വിളിച്ച ഒരു ആക്ഷേപിച്ച വ്യക്തിയാണ് ട്രംപ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ശുദ്ധവായുവോ ശുദ്ധ ജലമോ പോലുള്ള രാജ്യമല്ല ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം നമ്മള് വികസ്വര രാജ്യത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെട്ടിരുന്നത്. ആ വികസ്വര രാജ്യത്തിന്റെ പട്ടികയിൽ നിന്ന് വെട്ടി വികസിത രാജ്യമാക്കി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയ പ്രസിഡന്റാണ് ട്രംപ്. അതുപോലെ തന്നെ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചുങ്കരഹിതമായിട്ട് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നു. അത് എടുത്തു കളഞ്ഞോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇല്ലാതായി. അപ്പൊ ആ തരത്തിൽ ഇന്ത്യക്ക് അത്രയ്ക്ക് ഒരു ഗുണമോ അല്ലെങ്കിൽ സഹായമോ, നമ്മൾ അങ്ങോട്ട് അമേരിക്കയെ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് ഇന്ത്യയെ സ്നേഹിച്ചിരുന്ന ഒരു പ്രസിഡന്റ് അല്ല അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തുല്യതയുടെ നിലയിലുള്ള ഒരു പരിഗണനയൊന്നും നമുക്ക് ട്രംപിന്റെ കാലത്ത് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ ഏഷ്യയിലെ എന്താണ് ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലൊക്കെ ഞങ്ങൾ പറയും. അപ്പൊ അമേരിക്കയ്ക്ക് തടയാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ബക്ക് പാസിംഗ് എന്ന് പറയും. ഈ ചൈനയെ തടയുക എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളെ തടയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അവരുടെ ചില സഖ്യകക്ഷികളെ ഏൽപ്പിക്കും. അങ്ങനെ സഖ്യകക്ഷികളെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും തുടരാനുള്ള സാധ്യതയുണ്ട്, ശക്തിപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ തുല്യതാപരമായ ബന്ധം ട്രംപിന്റെ കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ഏറ്റവും പ്രധാനം, അമേരിക്കയ്ക്കുള്ള ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡോക്ടർ സജിമോൻ ആന്റണി, ഏതായാലും ഇന്ത്യക്കാർ വലിയ പ്രതീക്ഷയിലാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൈനീട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. പ്രധാനമന്ത്രിയും വലിയ വാണിജ്യ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നു അമേരിക്കയുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും എങ്ങനെയാണ് അവിടുത്തെ ഒരു കമേഴ്ഷ്യൽ കമ്മ്യൂണിറ്റി ഇതിനെ കാണുന്നത്? വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡോ അമേരിക്കൻ റിലേഷനിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ സമയമായോ? വ്യവസായ മേഖലയിൽ ഇൻഡോ അമേരിക്കൻ ഒരു വലിയൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് കാണുന്നില്ല. അതായത് ഇപ്പോൾ ഉള്ള ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇന്ത്യൻ നയതന്ത്ര ബന്ധം പ്രത്യേകിച്ച് വാണിജ്യ മേഖലകളിൽ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു ഊഷ്മളമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരു പടി കൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് പറയുന്നതിനോടൊപ്പം സഹപാനലിസ്റ്റ് പറഞ്ഞ 1-2 കാര്യങ്ങൾ ചെറിയൊരു വിയോജിപ്പോടെ വേറൊരു ആംഗിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചൈന പോളിസി പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രസിഡന്റിന്റെ ഈ ഇനോഗ്രൽ ചടങ്ങിന് വേണ്ടിയിട്ട് മറ്റു വേൾഡ് ലീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടായിട്ട് എനിക്ക് അറിവില്ല. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അപ്പൊ ആ വിളി വന്നപ്പം
അതിനകത്ത് ഫസ്റ്റ് പ്രിയോറിറ്റി അല്ലെ ഫസ്റ്റ് കോൾ പോയത് ചൈനയ്ക്കാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് പോയത് അർജന്റീനയിലുള്ള പ്രസിഡന്റും ആണ് എന്നുള്ളതാണ് ഒരു ഇത്. രണ്ട് രീതിയിലാണ്. വാണിജ്യപരമായിട്ടുള്ള ഒരു കണ്ണ് അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ട്, മാഗ പോളിസി, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള പോളിസിയിൽ അധിഷ്ഠിതമായ ആ ഒരു സ്ട്രാറ്റജിയിൽ ഊന്നി ഉള്ള തീവ്ര വലതുപക്ഷ ആ ചിന്തയുള്ള കൺട്രിയും അവരുടെ ആ പ്രസിഡന്റുമാരുമാണ് ആ ഒരു ആംഗിളിലാണ് പോയെന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റും. അതിനകത്ത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫുക്കാനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പം കഴിഞ്ഞ ഡിസംബർ 23-നും ന്യൂഡൽഹിയിലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും ഒക്കെ ഭരണതന്ത്രങ്ങളിലുള്ള സീനിയർ ലീഡേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സമയം ചാൻസ് കിട്ടിയിരുന്നു. അന്നേരം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: അമേരിക്ക ഇന്ത്യയുടെ ഒരു പാർട്ട്ണറാണ് എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ഡൗട്ടും ഇന്ത്യയുടെ മേളിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയുടെ ഒരു പാർട്ട്ണറാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും ചെറിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോളിസികളാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്താണ് ആ സംശയത്തിന്റെ അടിസ്ഥാനം? എന്താണ് അങ്ങനെ അമേരിക്ക അവരുടെ താല്പര്യങ്ങളും ഇന്ത്യ നമ്മുടെ താല്പര്യങ്ങളും സംരക്ഷിക്കും എന്നതാണോ, അതോ എന്താണ് അതിന്റെ അതൊരു ഐഡിയോളജിക്കൽ ക്ലാഷ് ആണോ? എന്താണ് അതിന്റെ കാരണം? അല്ല, അതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ നിന്ന് ജയിച്ചത് മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം മേക്ക് ദ വേൾഡ് ഗ്രേറ്റ് അഗെയിൻ എന്നല്ലായിരുന്നു, MWGA എന്നല്ലായിരുന്നു, MAGA എന്നായിരുന്നു. അപ്പം പ്രൈം മിനിസ്റ്റർ മോദി അവിടെ ഇലക്ഷൻ നിൽക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താണ്? മേക്ക് ഭാരത് ഗ്രേറ്റ് അഗെയിൻ എന്നാ പറയുന്നത്. തെറ്റ് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഏത് രാജ്യത്താണോ ആ രാജ്യം, ആ ഭരണകർത്താക്കള് അവർ നോക്കി കാണുമ്പം അവരുടെ രാജ്യം മെച്ചപ്പെടണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് നമുക്ക് പറയാനില്ല. എന്നാല് കഴിഞ്ഞ തവണ ഒക്കെ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1-2 ദശാബ്ദത്തിൽ പുറകോട്ട് പോകുകയാണെങ്കിലും സ്വന്തം രാജ്യം പുഷ്ടിച്ചാലും അതോടൊപ്പം ലോകമാകമാനം ഒരു ഉണർവും വേണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാ രാജ്യത്തിനും അവരുടേതായ അജണ്ടകൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക്, എന്തുകൊണ്ടാണ് ഭരണതലത്തിലുള്ള ആൾക്കാരോട് ഒരു ചെറിയൊരു സംശയത്തോടു കൂടി ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഉക്രൈൻ റഷ്യ യുദ്ധം വന്നു. അപ്പൊ ആ യുദ്ധം വന്നപ്പം അമേരിക്കയുടെ ആവശ്യം ഇന്ത്യയെ പോലുള്ള സഖ്യകക്ഷികൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ റീസൺസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. അപ്പൊ അവര് അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ടിട്ട് അവര് റഷ്യക്ക് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആകാൻ നോക്കി, അല്ലെങ്കിൽ മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ ഒരു നടുക്ക് നിന്ന് സംസാരിക്കുന്ന ഒരു തരത്തിലേക്ക് കണ്ടു. അതിന്റെ ആ ഒരു പ്രതിഫലനങ്ങളൊക്കെ ആയിരിക്കാം ഒരു റീസൺ. രണ്ട്, ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ത്യ പണ്ട് തൊട്ടേ അമേരിക്കയുടെ ഒരു വലിയൊരു സ്ട്രോങ് അലി അല്ലായിരുന്നു, പാകിസ്ഥാൻ ആയിരുന്നു, റൈറ്റ്? എന്നാൽ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ടാണ് ആ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അഫ്ഗാൻ വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ ഗുഡ്പിക്കിൽ വരുന്ന ഒരു സിനറിയോ ഒക്കെ വന്നു. എന്നാലും എന്തുമാത്രം ക്ലോസ്നെസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും രണ്ടുപേർക്കും ചെറിയൊരു സംശയമുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിഗതമായിട്ട് ഈ രണ്ട് ടീമിലോടും മറ്റു ചില സബ്ജക്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ ഉള്ള കമന്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, മുമ്പേ പറഞ്ഞ സെഷനിനകത്ത് 7 ബിസിനസ് അല്ലെങ്കിൽ 7 പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ലീഡേഴ്സ് ഈ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ട് എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ്, അല്ലെങ്കിൽ സന്തോഷജനകമായ കാര്യമാണ്. എന്നാൽ അവർ ഏത് തരം ഫിലോസഫിയാണ് ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്ട്രീം റൈറ്റ്, എക്സ്ട്രീം മാഗ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവര് അവിടെ ഉണ്ട് എന്ന് കരുതി ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പോളിസികൾക്ക് ഒരു ഫ്രീ വാക്ക് ഓവർ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം അവരുടെ പോളിസികൾ മാഗ എക്സ്ട്രീമിലായിരിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതൊരു ഗുണകരമാണെങ്കിൽ മാത്രമേ ആ ഒരു ലൈനിൽ അവർ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ഒറിജിൻ ഉള്ള ഒരു പേരുണ്ട് എന്ന് കരുതി അവർ പോളിസിയിൽ ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ ഇന്ത്യൻ ജനതയോ ഇരു കൊണ്ടും സ്വാഗതം ചെയ്യും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അവരുടെ പോളിസികളുടെ റിഫ്ലക്ഷൻ അങ്ങനെയല്ല. അതുകൊണ്ടാണത്. എനിക്കൊരു ചെറിയ ഇടവേള കൂടി അനിവാര്യമായതുകൊണ്ടാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ നിർമ്മൽ എബ്രഹാം, പരസ്പരം സംശയത്തോടെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ കാലത്തെ സംശയം മാറിയിട്ടില്ല. എങ്കിലും വലിയ വാണിജ്യ വ്യാപാര സാധ്യതകൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.
അതിനോടൊപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ്. ചൈന ഒരു അല്പം സൗഹൃദമായി, പക്ഷേ പാകിസ്ഥാൻ ആ നിലപാട് തന്നെ തുടരുന്നു. ബംഗ്ലാദേശിൽ മറ്റൊരു സാഹചര്യം വന്നിരിക്കുന്നു. ശ്രീലങ്കയിൽ നിന്നും മാൽദ്വീപിൽ നിന്നുമൊക്കെ നമുക്ക് അത്ര രസകരമല്ലാത്ത വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ ഒരു ഇന്ത്യ സെൻട്രിക്കായ എന്തെങ്കിലും അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യ സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യൻസിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ കമ്പനീസും അവിടുത്തെ US കമ്പനീസും ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന കണക്കിൽ H1B വിസയുടെ കേസ് പറഞ്ഞിരുന്നു. രണ്ടാമത് ക്വാഡിന്റെ കേസ് പറഞ്ഞിരുന്നു. ട്രേഡ് റിലേഷൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടാരിഫ്സിന്റെ കേസിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപിന്റെ കേസിൽ ട്രംപ് നേരത്തെ ഇവിടെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ചു, അതായത് എംപർ എന്നും കിങ് എന്നും ചൈന ഇന്ത്യയെ മാറി മാറി വിളിച്ചു. സോ അതുകൊണ്ട് ടാരിഫിന്റെ കേസിൽ ഇന്ത്യക്ക് ഇപ്പോഴും ഉറപ്പ് പറയാൻ സാധിക്കില്ല. നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണെങ്കിൽ ഇവിടെ മീഗയാണ് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. അപ്പൊ ട്രംപ് അതിനെയാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് അദ്ദേഹത്തിന് കാണണ്ട, മേക്ക് ഇൻ അമേരിക്ക മതി. അപ്പൊ മേക്ക് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന അദ്ദേഹത്തിന് കാണണ്ട, മെയ്ഡ് ഇൻ അമേരിക്ക മതി. സോ അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്നു. അതിൻ്റെതായിട്ടുള്ള റിപ്പർക്കഷൻസ്, നെഗറ്റീവ് റിപ്പർക്കഷൻസ് ഇന്ത്യക്ക് വരും ട്രേഡ് റിലേഷൻസിൽ, അതിലൊരു സംശയമില്ല. അത് നമ്മുടെ സ്ട്രാറ്റജിക് ബന്ധങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട അതിലൊക്കെ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ. ഇല്ല അതിലൊക്കെ 100% ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു നിലപാടായിരിക്കും അമേരിക്കയുടെ സൈഡിൽ. ഒരു പക്ഷേ ബൈഡനേക്കാളും അനുകൂലമായിട്ടൊരു നിലപാടാണ് ട്രംപിന്റെ കേസിൽ. ട്രേഡിന്റെ കേസിൽ പറയാൻ പറ്റില്ലെങ്കിലും സ്ട്രാറ്റജി സെക്യൂരിറ്റി ഈ കേസിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒപ്പം നിൽക്കും എന്ന് തന്നെ വിചാരിക്കാം. ചൈനയുമായിട്ട് അടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രധാന ഘടകം കഴിഞ്ഞ തവണ ഇല്ലാത്ത കുറച്ച് പ്രത്യേകതകൾ ഇത്തവണ ഉണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മസ്കിന്റെ അടുപ്പം, മസ്കിന് ചൈനയുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ ടിക്ടോക്കിന്റെ ബാൻ തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് ഇലോൺ മസ്കിന്റെ നിർബന്ധം മൂലമാണ്. അത് വളരെ സ്ട്രേഞ്ച്, കാരണം ട്രംപ് ആഞ്ഞു പിടിച്ചൊരു കാര്യമാണ് ടിക്ടോക്ക് അമേരിക്കയിൽ വേണ്ട എന്ന് ആഞ്ഞു പിടിച്ച വ്യക്തി ഇപ്പം ബൈഡനെ കൂടെ പിന്തള്ളിയിട്ട് US ഇത് നിൽക്കട്ടെ, നമുക്ക് പതുക്കെ ബാൻ ചെയ്യുന്ന ആലോചിക്കാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് ടിക്ടോക്ക് ഇലോൺ മസ്കിന് കൈമാറുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നോക്കാം, അത് ചൈനയ്ക്ക് ഓക്കെയുമാണ്. അപ്പൊ അതിലൊക്കെ കുറച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബിസിനസ്സുകാരുമായിട്ട് ചേർന്നുള്ള ഒരു അലയൻസിലോട്ട് ട്രംപ് മാറുന്നുണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് രീതിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മാർക്ക് സക്കർബർഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തുറന്നു പറഞ്ഞ കാര്യമാണ്. അതായത് ട്രംപിന് പ്രതികൂലമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതേ അടുക്കുന്നു. ആമസോണിന്റെ ജെഫ് ബെസോസ് അടുക്കുന്നു. അങ്ങനെ എല്ലാവരും അടുക്കുന്നത് കാണുമ്പോൾ ട്രംപിനെ കുറിച്ച് ഒരുപക്ഷെ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ആണെന്ന് പറയുന്നില്ല, പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ട്രംപിന്റെ എന്താ പറയുക കോർപ്പറേറ്റ്സുമായിട്ട് ഉള്ള ബന്ധത്തിൽ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ്സിന്റെ കേസിൽ അറിയാം, ഈ രാജ്യങ്ങളൊക്കെ ചൈനയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സെമി കണ്ടക്ടർ ടെക്നോളജി ആയിക്കോട്ടെ, ചീപ്പ് ലേബർ ആയിക്കോട്ടെ, അതിലൊക്കെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് മസ്കിനൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ട്രംപിന് മേൽ ആ കാര്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. സ്ട്രാറ്റജിക്കലി നോക്കുമ്പോൾ ട്രംപ് വളരെ വളരെ ബുദ്ധിമാനാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കളിയാക്കുന്നുണ്ടായി, ഗ്രീൻലൻഡ് വേണം, കാനഡ വേണം എന്നൊക്കെ ട്രംപ് പറയുന്നു. ഇയാൾക്ക് തലയ്ക്ക് വട്ടാണോ എന്നൊക്കെ ഇവിടെ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ്. കാരണം ഗ്രീൻലൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ബോർഡർ ഉള്ളത് റഷ്യക്കാണ്. ഏകദേശം 24,000 കിലോമീറ്റർ കോസ്റ്റ് ലൈനാണ് റഷ്യക്കുള്ളത്. ആ ഏരിയയിൽ നിന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഷീൽഡ് അമേരിക്കയ്ക്കില്ല. ആ ഷീൽഡായിട്ട് ഗ്രീൻലൻഡിനെ വെക്കുന്നത് തെറ്റുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചാൽ യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ കാര്യം, ഡെൻമാർക്കാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നെങ്കിലും ഡെൻമാർക്ക് അവിടെ വെച്ചിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടിയോളം മിലിറ്ററി ബേസ് അമേരിക്ക അവർക്ക് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ പോയി കഴിഞ്ഞാൽ 1,00,000 ആളുകളെ കാണും. ഗ്രീൻലൻഡ് പോലും വലിയ രാജ്യത്തിൽ ആകെ 56,000 ആളുകളെ ജീവിക്കുന്നുള്ളൂ. സോ തീർച്ചയായിട്ടും ട്രംപിന് ഒരു പക്ഷേ ലോങ് ഷോട്ട് ആണെങ്കിലും ഗ്രീൻലൻഡ് അത് എടുക്കുന്നുണ്ട്, അതും സ്ട്രാറ്റജിക് ആയിരിക്കും. അതേപോലെ തന്നെ ഈ റീജിയനും അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ചൈന. സമയം കടന്നു പോകുന്നു. ഡോക്ടർ ഗോപകുമാർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലിയെ ക്ഷണിക്കുന്നു, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ മെലോണിയെ ക്ഷണിക്കുന്നു, ജോർജിയൻ പ്രസിഡന്റ് സലോമിയെ ക്ഷണിക്കുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണെ ക്ഷണിക്കുന്നു. കച്ചവടം മാത്രമേ ട്രംപിന് മുന്നിൽ ഉള്ളൂ? അതോ ഈ നേരത്തെ നമ്മുടെ പ്രൊഫസർ ജോസഫ് ആൻ്റണിയൊക്കെ സൂചിപ്പിച്ചു കച്ചവടം പണം എന്ന, ജോഷി പോളൊക്കെ സൂചിപ്പിച്ചു കച്ചവടം പണം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ താല്പര്യങ്ങളില്ല എന്നാണോ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതിൽ നിന്നൊക്കെ? ഇപ്പോൾ ലോകത്ത് മൊത്തത്തിൽ തന്നെ പറഞ്ഞാൽ ഒരു ലിബറൽ
ലോകത്തിൽ നിന്ന് നമ്മൾ വളരെ മാറി അഗ്രസീവായ ദേശീയതയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. റഷ്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ ഏത് രാജ്യമെടുത്താലും, ഫ്രാൻസ് എടുത്താലും പറയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബയോപൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഒരു പക്ക ബിസിനസ്സുകാരനാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ലാംഗ്വേജ് അദ്ദേഹത്തിന് അറിയാവുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വഴി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ലിബറൽ ആശയത്തിലുള്ള ഒരു അമേരിക്ക ആയിരിക്കില്ല കാണുന്നത്. എന്നാൽ ഇവിടെ പാനലിൽ ഒരാൾ പറഞ്ഞ പോലെ ആദ്യത്തെ ട്രംപിനെ അപേക്ഷിച്ച് ധ്രുവീകരണം കുറയും, കുറച്ചുകൂടി ലിബറലാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള ശക്തി ബിസിനസ്സാണ്. ഇന്ന് ആഗോളീകരണത്തിൻ്റെ കാലത്ത് ദേശീയത വീണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ അതാത് രാജ്യങ്ങളുടെ വളർച്ചയാണ്. ഇപ്പോൾ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പോലെ ചൈനയുടെയും ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അതാണെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ഒരു ടെമ്പറമെൻ്റലി നോക്കിയാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി അദ്ദേഹത്തിന് അറിയാം, അതിൻ്റെ സൂത്രങ്ങളും അറിയാം, അതോടൊപ്പം അതിൻ്റെ സൂക്ഷ്മതയിലും പ്രവർത്തിക്കാൻ അറിയാം. അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യം എന്നുള്ള നിലയിൽ അതവിടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. നമ്മളത് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ശരിക്കും അത് ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമിയിൽ അത് വർക്കൗട്ട് ചെയ്യും. ഒരു സംശയമേ ബാക്കിയുള്ളൂ, അമേരിക്ക പണ്ടുണ്ടായിരുന്ന ഒരു സാമ്രാജ്യത്വ സ്വഭാവം അതിനി വരാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയുടെ സമ്പത്ത് പുറത്ത് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിന്, യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും തടയണമെന്ന് വാദിച്ച ഒരാളാണ് ട്രംപ്. കാരണം അകത്ത് സമ്പദ് വ്യവസ്ഥ ശക്തിയാകണം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്ക സൂപ്പർ പവറായി മാറിയപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി ഇടപെടും. ഇപ്പോൾ അങ്ങനെ ഇടപെടുവരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറിയെന്തിനാ? ബംഗ്ലാദേശിൽ പഴയതുപോലെ ഇടപെട്ടിട്ടില്ല. എന്നാൽ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടും. യെസ്, ഒരു നമുക്ക് സമയം വളരെ അതിക്രമിച്ചു. ഡോക്ടർ ജോസഫ് ആൻ്റണി, നമുക്കൊരു ബാർഗൈനിങ് പവർ ഉണ്ടോ? ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് തോന്നുന്നു? ഒരു കച്ചവടം തന്നെയാണ് താല്പര്യമെങ്കിൽ ഇന്ത്യക്ക് ഒരു ബാർഗൈനിങ് പവർ ഉണ്ടോ? അല്ല, സ്വാഭാവികമായിട്ട് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളതുകൊണ്ട് ഇന്ത്യയൊന്നും ഒരു രാജ്യത്തിനും, ലോകത്ത് ഒരു രാജ്യത്തിനും ഇന്ത്യയെ അവഗണിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം വലിയ മാർക്കറ്റാണ്. യൂറോപ്യൻ യൂണിയനേക്കാൾ വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അതാണ് ഒരു സാമ്പത്തികമായ ഒരു ഘടകം. അതുകൊണ്ട് ഇന്ത്യയെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഒരു രാജ്യത്തിന്, ട്രംപിന് പോലും മുമ്പോട്ടാൻ കഴിയത്തില്ല, ചൈനയ്ക്ക് മുമ്പോട്ടാൻ കഴിയത്തില്ല. ഈ ചൈനയൊക്കെ ഇപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ചൈന അമേരിക്ക ബന്ധം വഷളായാൽ ഇന്ത്യൻ മാർക്കറ്റ് കൊണ്ടൊക്കെ പിടിച്ചു നിൽക്കണമെന്നുണ്ട്. അപ്പൊ ഈ ബാർഗെയിനിങ് പവറിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരു പിന്നെ അങ്കലാപ്പിന്റെയും കാര്യമില്ല. ഈ ബാർഗെയിനിങ് പവർ ഉണ്ട്. അത് നമ്മൾ അസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും നമുക്കുണ്ട്. അതിനകത്ത് സംഭവിച്ചു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് എന്റെ ഞാൻ ചുരുക്കിയ വാക്കുകളിൽ പറയാം, ഈ ട്രംപിന്റെ വരവോട് കൂടിയിട്ട് ഇന്ത്യ കൂടുതൽ ലോകം കൂടുതൽ ആശങ്കപ്പെടണം എന്ന് പറയുന്നതിന്റെ 2-3 കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമ്പൂർണമായ മേധാവിത്വം ട്രംപിന് ഉണ്ടായി കഴിഞ്ഞു. അതുപോലെ തന്നെ അമേരിക്കൻ പാർലമെന്റിന്റെ 2 സഭകളിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേരിക്കൻ സുപ്രീം കോടതിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും. എന്ന് മാത്രമല്ല, 1ാം ട്രംപ് ഭരണകാലത്തേക്കാൾ ഉപരിയായി ഈ 2ാം ഭരണകാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ പദവികളിലും ഉന്നതമായ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ഡിപ്ലോമാറ്റുകളെയും ഭരണാധികാരികളെയുമാണ് വെച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇദ്ദേഹത്തിന്റെ ആശ്രിതന്മാർ മാത്രമാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം ശക്തമായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഭരണാധികാരി പ്രസിഡന്റ് എന്തെങ്കിലും തെറ്റായ നീക്കങ്ങൾ നടത്തിയാൽ ഇന്ന് ആരും അതിനെ തടയാനില്ല. അതാണ് അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് സമയം പരിമിതി കൊണ്ടാണ്. ജോഷി പോൾ ഒറ്റ വാക്കിൽ എങ്ങനെ വിവരിക്കും ഈ പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടക്കാൻ പോകുന്ന ലോകക്രമത്തെ? ജോഷി പോൾ ഒറ്റ വാക്കിൽ വിവരിക്കാമോ? എങ്ങനെ ഈ വരാനിരിക്കുന്ന ഒരു ലോകക്രമത്തെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നമുക്ക് നോക്കിക്കാണാനാകും? നാം ഇവിടെ കാണേണ്ടത് ഒരു ലിബറൽ ഓർഡർ മാറി അമേരിക്ക പഴയ യൂണിപോളാരിറ്റിയുടെ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ എന്റെ അഭിപ്രായത്തിൽ കാണാൻ സാധ്യത. കാരണം അമേരിക്ക പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുക. ഇന്ത്യ ചൈന മോഡി ട്രംപ് റിലേഷൻഷിപ്പിൽ പോലും അതായത് എന്നിൽ നിന്നും കൂടുതൽ കൺസെഷൻ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജ് ഓൾറെഡി ഇന്ത്യക്ക് തന്നിരുന്നു. അപ്പൊ ആ യൂണിപോളാരിറ്റിയുടെ വേറൊരു ലെവൽ തലത്തിലേക്കായിരിക്കും. നമുക്ക് സജിമോൻ ആന്റണിയിലേക്ക് കൂടി പോയി ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാം. ശ്രീ സജിമോൻ ആന്റണി, ഫൈനലി അവിടുത്തെ ഒരു മൂഡ് എന്താണ്? ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുമെന്നാണ് അമേരിക്കക്കാർ കരുതുന്നത്?
പെട്ടെന്ന് ഇതിന് സഹപാനലിസ്റ്റ് പറഞ്ഞോട് ആഡ് ചെയ്തുകൊണ്ട് പറയട്ടെ, ചൈന പോളിസിയിലേക്ക് ഈ ഒരു ടിക്ടോക്കിന്റെ ബാനോട് ഒരു കാര്യം പെട്ടെന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് നിർമ്മൽ പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ റീസൺ കൂടി ഉണ്ട്. കാരണം ഇത്തവണ ഈ ഇലക്ഷൻ ട്രംപിന് വേണ്ടി മറിച്ചത് ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് എന്ന് പറയുമ്പോൾ 18 തൊട്ട് 35 വയസ്സുള്ള ആൾക്കാരുടെ ആ വോട്ടാണ്. അപ്പൊ അവരെ പിണക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ടിക്ടോക്കിനെ ബാൻ ചെയ്യുന്നത്. അത് പൊളിറ്റിക്കലി സേവ് ചെയ്തതാണ് എന്നൊരു നിരീക്ഷണം വിടുന്നുണ്ട്. രണ്ടാമത് പറയാനുള്ളത്, നിങ്ങൾ പലരും പറഞ്ഞു കൊടുക്കുക തന്നെ ട്രംപ് 2.0 ഒന്നുകൂടി എക്സ്ട്രീം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2016 തൊട്ട് 20 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ആയിരുന്ന സമയത്ത് ഒരു തവണ കൂടി ആകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചില പോളിസികൾ ഇച്ചിരി ഒരു മീഡിയം ടൈപ്പ് പോളിസികളായിരുന്നു. അതോടൊപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല പുള്ളിക്ക്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രീം ആയിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് എക്സ്ട്രീം പോളിസികൾ ട്രംപിൽ നിന്നുണ്ടാകുമോ അതോ ചഞ്ചലമായ ഒരു രാഷ്ട്രീയ നിലപാട് ഉണ്ടാകുമോ ഒക്കെ ലോകം വലിയ ഗൗരവത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുകയാണ്. എന്താണ് ട്രംപ് അജണ്ട എന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് അറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. ഇനി ന്യൂസ് അപ്ഡേറ്റ്സ് കാണാം. നന്ദി.